Good afternoon. Good afternoon, ma'am. Okay. Okay, teacher, good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഓക്കെ സാധ്യത ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ക്ലാസ്. ഞാൻ കഴിച്ചു ജസ്മിനി കഴിച്ചില്ല. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. രണ്ടു ദിവസം അവധിയൊക്കെ കിട്ടിയപ്പോ നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? വായിച്ചൊക്കെ നോക്കണം കേട്ടോ, മറന്നു പോകരുത്. എന്തായാലും ജസ്മിനി ഓക്കെ, അത് കുറഞ്ഞു കുറച്ചുകൂടെ ശബ്ദമൊക്കെ ശരിയായിട്ടുണ്ട് അപ്പൊ. ഓക്കെ ജസ്മിനി, എക്സാമിന് ഇപ്പോഴേ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു 19-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെ നിങ്ങൾക്ക് സ്റ്റഡി ലീവാണ്. 18-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്യും. പിന്നെ 19-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെ നിങ്ങൾക്ക് സ്റ്റഡി ലീവാണ്. 25-ാം തീയതിയാണ് നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാം വരുന്നത് കേട്ടോ. ഓക്കെ, ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് കണ്ടല്ലോ. അപ്പൊ ഈ സമയമില്ല നമുക്ക് കേട്ടോ, നമുക്ക് അധികം ടൈമൊന്നുമില്ല. അപ്പോ പഠിച്ചു തുടങ്ങാം കേട്ടോ. പഠിച്ചു തുടങ്ങുകയല്ല, പഠിച്ചുകൊണ്ടിരിക്കുക. അതിന് എടുക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് മോക്ക് ടെസ്റ്റുകൾ കഴിയുന്നതും നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്യണം. കാര്യം അറിയാലോ, 3rd-ഉം 4th-ഉം മൊഡ്യൂൾ ചാപ്റ്റേഴ്സുകള് ബുദ്ധിമുട്ടുണ്ട് അല്ലെ? 1st-ഉം 2nd മൊഡ്യൂൾ പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ കൂടുതലും മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഈ പോർഷൻസ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത എന്താ പറയാ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ ഒന്ന് റിവിഷൻ നമുക്ക് നടത്താം കേട്ടോ. മുൻ വർഷ ക്വസ്റ്റ്യൻസുകളും ഒക്കെ നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കും. ആ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാം വായിച്ചും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം കേട്ടോ. പരമാവധി നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊന്നും മിസ് ചെയ്യരുത്. പ്രത്യേകിച്ച് 3rd and 4th മൊഡ്യൂളിലെ മോക്ക് ടെസ്റ്റുകൾ കേട്ടോ. നല്ലപോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എന്താണ് ഓക്കെ 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 ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിവാലൻസിനെ പറ്റിയ പറഞ്ഞത് അല്ലെ? പ്രിവാലൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആദ്യം മനസ്സിലാക്കി വെച്ച ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമാകും അല്ലെ? പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വ്യാപനമാണ് അല്ലെ? വ്യാപനത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? കഴിഞ്ഞ ക്ലാസ് മൊത്തം പ്രിവാലൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? എന്താണ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻ അല്ലെ, ഇൻ എ പോപ്പുലേഷൻ അറ്റ് എ ഗിവൺ ടൈം അല്ലെ? ഒരു നിശ്ചിത സമയത്ത്, ഒരു നിശ്ചിത കാലയളവില് ഒരു സ്പെസിഫിക് പോപ്പുലേഷനില് എന്താണ് രോഗബാധിതരുടെ എണ്ണമാണ് ഇതെന്ന് പറയുന്നത് പ്രിവാലൻസ് റേറ്റ് അല്ലെ? പ്രിവാലൻസ് റേറ്റ് അത് നമ്മൾ കണ്ടിരുന്നു. പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡിസീസ് ആണ് അല്ലെ? രോഗത്തിന്റെ അളവിനെ അല്ലെങ്കിൽ ലോഡ് ഓഫ് ഡിസീസ്, രോഗത്തിന്റെ ആ ഒരു ഭാരം അല്ലെങ്കിൽ അളവിനെയാണ് അവിടെ അത് മെഷർ ചെയ്യുന്നത്. എന്താണ്? ഡയഗ്രംസ് ഉണ്ടാവുമോ എക്സാമിന്? ഡയഗ്രംസ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പഠിച്ചതിൽ അധികം ഡയഗ്രംസ് ഒന്നും വന്നിട്ടില്ലല്ലോ. നമ്മുടെ ചാപ്റ്റേഴ്സിനകത്ത് എനിക്കൊന്നും അധികം ഡയഗ്രംസ് വന്നിട്ടില്ല അല്ലെ? മറ്റേതെങ്കിലും ഓക്കെ 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 നിങ്ങൾ ഈ ഫോർമുലകളൊക്കെ പഠിക്കണം കേട്ടോ. ഡയഗ്രാം ഒക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതിപ്പോ ഡയഗ്രാം വരുന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആ മിസ്സുമാരോടൊക്കെ ഒന്ന് ചോദിക്കുക കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മൾ പഠിപ്പിച്ച ചാപ്റ്ററിൽ അധികം വലിയ ഡയഗ്രാംസ് ഒന്നും വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ശരി നോക്കാം കേട്ടോ. അപ്പൊ അത് മിസ്സിന്റെ അടുത്ത് അതിലെ മിസ്സിനോടൊക്കെ ചോദിക്കൂട്ടാ നിങ്ങള്. അപ്പൊ അതിനനുസരിച്ച് അവര് ഡയറക്ഷൻസ് തരും. ഓക്കെ, ഞാൻ എന്റെ ചാപ്റ്റേഴ്സിന്റെ ആണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് പ്രിവാലൻസ് എന്താന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അതായത് ഒരു രോഗം ഉണ്ടാവാനുള്ള സാധ്യത അല്ലെ, ഈ പറയുന്ന ആ ഒരു വ്യാപനത്തിനെയാണത്
മെഷർ ചെയ്യുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ടൊരു സെന്റൻസിൽ അത് പറഞ്ഞൊതുക്കിയിരുന്നു അല്ലെ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് ഗിവൺ ടൈം അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. ഒരു പ്രിവാലൻസിന്റെ രോഗവ്യാപനത്തിന്റെ പ്രാധാന്യം എന്താണ്, നമ്മൾ ഈ പ്രിവാലൻസ് റേറ്റ് ഒക്കെ മെഷർ ചെയ്യുന്നതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്, എത്രത്തോളം ആ ഒരു രോഗം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് അതിലൂടെ സാധിക്കും. നമ്മൾ പ്രത്യേകിച്ച് COVID-19 സമയത്തൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഏറ്റവും ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ഒടുവിലൊരു സംശയം പറഞ്ഞിരുന്നു. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ രോഗവ്യാപനമാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, പകർച്ചവ്യാധികൾ മാത്രമാണോ? അല്ല, പകർച്ചവ്യാധികൾ മാത്രമല്ല കേട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും കൂടെ ആ ഒരു കൺസെപ്റ്റിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ പറയുന്ന ക്യാൻസർ, പ്രമേഹം, അതുപോലെ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങള്, അതെന്ന് പറഞ്ഞ പകർച്ചവ്യാധികൾ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതല്ല. പക്ഷെ എത്ര ആളുകളിൽ, അതായത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന, വ്യാപകമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല കേട്ടോ. അതന്നെ ജീവിതശൈലി. അപ്പൊ അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ വരരുത്. അതിപ്പോ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് മാത്രമാണല്ലോ പകർച്ചവ്യാധി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ചുമ, പനി അല്ലെങ്കിൽ ജലദോഷം ആ രീതിയിലുള്ള രോഗങ്ങൾ മാത്രമല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന എന്താണ് അസുഖങ്ങളാണ്. ഒരു മിനിറ്റ് ഒരു കോള് വരുന്നുണ്ട്. ഓക്കെ, സോറി കേട്ടോ, ഒരു കോള് വന്നു. ഒരു പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് ഫോൺ എടുത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് പകർച്ചവ്യാധികളെ മാത്രമല്ല കേട്ടോ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രോഗങ്ങളും, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും അതിനകത്ത് നമ്മൾ പരിഗണിക്കണം കേട്ടോ. അതിന്റെ നമ്മൾ പഠിച്ചിരുന്നു ഏറ്റവും പ്രിവാലൻസ് കൂടിയ രോഗം ഏതാണെന്ന് നമ്മൾ പറഞ്ഞത് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. ഹൃദ്രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന NCD. NCD എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് കേട്ടോ. തൊട്ട് താഴെ ഏതായിരുന്നു, ക്യാൻസർ ആയിരുന്നു. പിന്നെ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങള്, അതുപോലെ തന്നെ പ്രമേഹം മൂലം ഉണ്ടാകുന്ന വൃക്ക തകരാറുകള്, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു പ്രിവാലൻസിനെ വർദ്ധിപ്പിക്കുന്നത് എന്താണ് അല്ലെ. ഒരു പ്രിവാലൻസിനെ, വ്യാപനത്തിനെ വർദ്ധിപ്പിക്കുന്നതും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താ നമ്മൾ പറഞ്ഞത്, പുതിയ കേസുകൾ കണ്ടെത്തുമ്പോഴാണ് അല്ലെ, പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടെത്തുമ്പോഴാണ് എന്ത് കൂടുന്നത്, വ്യാപന നിരക്ക് കൂടുന്നത്. ശരിയല്ലേ. അപ്പൊ നമ്മൾ ആദ്യം COVID-19 ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത സമയത്ത് വ്യാപന നിരക്ക് വളരെ കുറവായിരുന്നു. പക്ഷെ അത് കോവിഡ് ആണെന്നും അത് കൺഫേം ചെയ്തപ്പോഴൊക്കെയാണ് ഇത്രയും ആളുകളിൽ അത് വ്യാപിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോഴാണ് ആ വ്യാപന നിരക്ക് വല്ലാതെ അങ്ങ് കൂടിയത് അല്ലെ. അപ്പൊ പുതിയ കേസുകൾ വരുമ്പോഴാണ് വ്യാപന നിരക്ക് വർദ്ധിക്കുന്നത്. അത് വർദ്ധിക്കുന്ന കേസാണ് പറഞ്ഞത്. ഇനി എപ്പോഴാണ് വ്യാപന നിരക്ക് കുറയുന്നത്, എപ്പോഴാണ് ഈ പറയുന്ന അസുഖങ്ങൾ നമ്മൾ ട്രീറ്റ്മെന്റിലൂടെ ക്യൂർ ചെയ്യുമ്പോഴേ അല്ലെ, അസുഖങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്യുമ്പോഴും അതുപോലെ അസുഖം മൂലം മരണപ്പെടുമ്പോഴുമാണ് ഇത് സംഭവിക്കുന്നത്, വ്യാപന നിരക്ക് അവിടെ കുറയുന്നത്. ശരിയാണല്ലോ. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ വ്യക്തി ഇല്ല. അപ്പൊ ആ വ്യക്തി സമ്പർക്കം വരുന്നില്ല. അങ്ങനെ ആ രോഗത്തിന് ഒരു പരിധി വരെ വ്യാപനത്തെ നമുക്ക് അവിടെ തടയാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് പ്രിവാലൻസ് എത്ര ടൈപ്പ് ഉണ്ട്, ടൈപ്സ് ഓഫ് പ്രിവാലൻസ്. അവിടെ എന്തിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്, ആ ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് പറഞ്ഞത്. ആ ഒരു കാലയളവ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ടൈപ്പ് ഓഫ് പ്രിവാലൻസ് നമ്മൾ കണ്ടത്. അപ്പൊ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് എ സർട്ടൻ ടൈം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം, അല്ലെങ്കിൽ സ്പെസിഫൈഡ് പോയിന്റ് ഇൻ ടൈം. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്, പോയിന്റ് പ്രിവാലൻസ് ആണ് അല്ലെ. പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്, ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ്. ബാക്കി എല്ലാ ഡെഫിനിഷനും സെയിം ആണ്. എന്ത് മാത്രമാണ്, ഓവർ എ പീരീഡ് ഓഫ് ടൈം. യൂഷ്വലി എത്രയാണ്,
12 months. കറക്റ്റ് ആണ് കേട്ടോ. സുനി സുഷ കറക്റ്റ് ആണ്. 12 months ആണ് കേട്ടോ. 1 year ആണ് സാധാരണ പറയാം. ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്നത് ടോട്ടൽ ലൈഫ് ടൈം ആണ്. അത് തന്നെ കറക്റ്റ് ആണ്. ടോട്ടൽ ലൈഫ് ടൈം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചു. അത് വെച്ചിട്ട് പോയിന്റ് പ്രിവാലൻസിന്റെ മാത്രം ഫോർമുല അവിടെ കൊടുത്തിരുന്നു. അത് വെച്ച് നമുക്ക് മറ്റേത് എഴുതാൻ പറ്റും. പീരീഡ് നമുക്ക് എഴുതാൻ പറ്റും, ലൈഫ് ടൈം എഴുതാൻ പറ്റും. കാരണം കാലയളവിലുള്ള ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ് അല്ലെ? ഓക്കെ. പിന്നെ നമ്മൾ കണ്ടത് പ്രിവാലൻസിന്റെ ഉപയോഗങ്ങളാണ് അല്ലെ? ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു സമൂഹത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങള് അല്ലെങ്കിൽ ആശങ്കകള് അവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് അളക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷനിൽ ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ കണ്ടെത്താനായിട്ട് അത് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഭരണപരമായിട്ട് ആസൂത്രണപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കണ്ടെത്താനും അത് സഹായിക്കുന്നുണ്ട് അല്ലെ? നമുക്ക് ആ വ്യാപനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രിവെന്റീവ് മെഷേഴ്സ് ഭരണതലങ്ങളിലൊക്കെ എടുക്കണം അല്ലെ? അത് വളരെ ആസൂത്രിതമായിട്ട് നടത്താനുള്ള ഒരു എന്താ പറയാ അങ്ങനെ ഒരു വഴിയും കൂടെ നമുക്ക് ഈ വ്യാപന നിരക്കിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞ അത്രയും ഉപയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ചില ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട പരിമിതി നമ്മൾ എന്താ പറഞ്ഞത്? അതൊരു ചെറിയ തോതിലുള്ള ഒരു ഏരിയയിലോട്ട് മാത്രമാണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത്. വലിയൊരു പോപ്പുലേഷനിലോട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. ഓരോരോ പോപ്പുലേഷൻ യൂണിറ്റുകൾ ചെറിയൊരു ഏരിയ മാത്രമേ നമ്മൾ അവിടെ കണക്കാക്കുകയുള്ളൂ അല്ലെ? അപ്പൊ അത് ഒരു ലിമിറ്റേഷൻ ആണ്. നമുക്കൊരു വലിയൊരു പോപ്പുലേഷനിലേക്ക് അതിനെ ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ആ ഒരു രോഗത്തിന്റെ ദൈർഘ്യത്തിനെ പറ്റി അവിടെ എന്ത് ചെയ്യുന്നില്ല, പരാമർശിക്കുന്നില്ല. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നിലവിൽ എത്ര പേർക്കുണ്ട് അല്ലെങ്കിൽ എത്ര ആളുകളിലാണ് ഇപ്പൊ രോഗമുള്ളത് എന്നതിന് മാത്രം ഒരു ആൻസർ അവിടെ കിട്ടുന്നുള്ളൂ. അതേസമയം ആ രോഗത്തിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ പറയുന്നുണ്ടോ? ഇല്ല, അതിനെ പറ്റിയൊന്നും യാതൊരു എന്താ പറയാ കൺസിഡറേഷൻ അവിടെ കൊടുക്കുന്നില്ല. അതൊക്കെ എന്താണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. അത് ഒരു സൈഡ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, മറ്റേ സൈഡ് നമ്മൾ പറഞ്ഞു. അത് നമുക്ക് തുടങ്ങാം. ജസ്റ്റ് ഞാനിത് പറഞ്ഞത് വേറെ ഒന്നുമില്ല കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഒന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് നോക്കാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. നമ്മൾ പ്രിവാലൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് വെച്ചാൽ പ്രിവാലൻസിന്റെ വ്യാപനത്തിന്റെ വർധനവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വ്യാപനത്തിന്റെ എന്താ പറയാ ഡിക്രീസിന് അല്ലെ, അതായത് അതിന്റെ കുറവിന്, വ്യാപന നിരക്ക് കുറയ്ക്കാനായിട്ട് സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ഇൻക്രീസ്ഡ് വരെയാണ്. അതിൽ ജസ്റ്റ് ആ പോയിന്റുകളൊന്നും കുറിച്ച് വായിക്കാൻ നമുക്ക്. ഫസ്റ്റ് എന്തായിരുന്നു? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ് അല്ലെ? എന്താണ് സാധ്യത? കറക്റ്റ് ആണ്, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ് അല്ലെ? അതായത് രോഗത്തിന്റെ കാലദൈർഘ്യം കൂടുതലാണെങ്കിൽ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, കാലദൈർഘ്യം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പ്രിവാലൻസ് റേറ്റിന് എന്ത് സംഭവിക്കും? കൂടും അല്ലെ? അത് ഇൻക്രീസ് ആകും. കാര്യം എത്ര കാലത്തോളം അത് നീണ്ടു നിൽക്കുന്നോ അത്രയും സമ്പർക്കങ്ങൾ വരികയാണ് ആളുകളുമായിട്ട്. അപ്പൊ അതിനനുസരിച്ച് എന്ത് സംഭവിക്കുകയാണ്? ഈ രോഗം അങ്ങനെ വ്യാപിച്ച് സ്പ്രെഡ് ആയിട്ട് പ്രിവാലൻസ് റേറ്റ് വർദ്ധിക്കാനായിട്ട് കാരണമാകും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ അല്ലെ? അതായത് നമ്മൾ ചികിത്സിക്കാതെ എന്താണ് നമ്മൾ ഈ പറയുന്ന ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ആളുകൾ എന്താണ് സ്വയം ചികിത്സ ചെയ്യുന്ന ആളുകളാണ് അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾക്കുള്ള രോഗത്തിന്റെ ശരിയായ കാരണം മനസ്സിലാക്കിയിട്ടൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പൊ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ സ്വയം ചികിത്സ നടത്തുന്നു. ശരിയായ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ശരിയായ ട്രീറ്റ്മെന്റിന് അവർ വിധേയരാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? ഈ അസുഖം നമുക്ക് വേരോടുകൂടി പറിച്ചു കളയാനായിട്ട് സാധിക്കില്ല. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ആ രോഗം ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടിയും നമ്മളിൽ നിന്ന് അസുഖം മറ്റു പല ആളുകളിലേക്കും വ്യാപിക്കാൻ കാരണമാകും. പ്രിവാലൻസ് റേറ്റ് അവിടെ വർദ്ധിക്കും. ഓക്കെ, അപ്പൊ ചോദിക്കാട്ടെ, നിങ്ങൾക്ക് ഈ പോയിന്റ് തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കാം, എന്താ പറയാ, ഇൻക്രീസ് ഇൻ ദ പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് പേഷ്യന്റ് വിത്തൗട്ട് ക്യൂർ ഡാഷ് ഇസ് ദ എന്താ പറയാ പ്രിവാലൻസ് റേറ്റ് എന്താണ്? ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ അതെങ്ങനെയാന്ന് വെച്ചാൽ ആ പോയിന്റ് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്, ആ ഫാക്ടർ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസസ്, ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ ഇൻസിഡൻസ് അല്ലെ? പുതിയ കേസുകൾ
വർദ്ധിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് പുതിയ കേസുകൾ കണ്ടെത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പ്രിവാലൻസ് റേറ്റ് അവിടെ വർദ്ധിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ്. ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ആണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെന്റ്സ് ആണ്. ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു മൂവ്മെന്റ്സിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻമൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പോപ്പുലേഷനകത്തോട്ട് എന്താണ്, അസുഖബാധിതരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ എന്ത് വർദ്ധിക്കും, പ്രിവാലൻസ് റേറ്റ് വർദ്ധിക്കും. അല്ലെ, കുടിയേറ്റക്കാർ വെച്ചാൽ നമ്മുടെ പോപ്പുലേഷനിലേക്ക് അധികം വരുമ്പോൾ, പ്രത്യേകിച്ച് അസുഖബാധിതരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ പ്രിവാലൻസ് റേറ്റ് കൂടും. അതൊക്കെ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമുള്ളൂ. പിന്നെ പറയുന്നത് ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി. ഔട്ട് മൈഗ്രേഷൻ ആണ്, പുറത്തോട്ട് പോവാണ്. ആര് പുറത്തോട്ട് പോകുന്നു, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി. ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ് അത് തന്നെ സാധാരണ നമ്മുടെ സ്ഥലത്ത് നിന്ന് പോകുകയാണ്. അപ്പൊ എന്തുണ്ടാവും, അതായത് ഹെൽത്തി അല്ലാത്ത ആളുകളായിരിക്കും കൂടുതൽ നമ്മുടെ പോപ്പുലേഷനിൽ ഉണ്ടാവുക. അപ്പൊ ഹെൽത്തി അല്ലെങ്കിൽ തന്നെ കൂടുതൽ എന്താ, ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും, പെട്ടെന്ന് അസുഖങ്ങൾ വരും, പ്രിവാലൻസ് റേറ്റ് അവിടെ വർദ്ധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് അതുവരെ പറഞ്ഞു തോന്നുന്നു അല്ലെ. അടുത്തത് എന്താണ്, ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ. സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സാധ്യത കേട്ടോ, സാധ്യതയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സസെപ്റ്റബിൾ മീൻസ് സാധ്യതയാണ്, പ്രോബബിലിറ്റി ആണ് കേട്ടോ. ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ, അതായത് രോഗസാധ്യതയുള്ള ആളുകള് പോപ്പുലേഷനകത്തേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ രോഗസാധ്യത എന്നേ പറഞ്ഞുള്ളൂ, നിലവിൽ അവർക്ക് രോഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രോഗം വരാൻ റിസ്ക് ഉള്ള ആളുകളാണ്. ഇപ്പൊ വയസ്സായ ആളുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സീരിയസ് അസുഖത്തിന് ട്രീറ്റ്മെന്റ് മുന്നേ എടുത്തിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നിലവിൽ പക്ഷെ അസുഖബാധിതരാണോ, അല്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളും നമ്മുടെ പോപ്പുലേഷൻ അകത്തോട്ട് വരുന്നത് എന്തിനെ വർദ്ധിപ്പിക്കും, പ്രിവാലൻസ് റേറ്റിനെ വർദ്ധിപ്പിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് എന്താ പറയുന്നത്, ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഫെസിലിറ്റീസ് അല്ലെ. ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഫെസിലിറ്റീസ് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ബെറ്റർ റിപ്പോർട്ടിംഗ് അല്ലെ, മെച്ചപ്പെട്ട രോഗനിർണയ സൗകര്യങ്ങൾ അല്ലെ. മെച്ചപ്പെട്ട രോഗനിർണയ സൗകര്യങ്ങൾ എന്തിനെ വർദ്ധിപ്പിച്ചു, പ്രിവാലൻസ് റേറ്റിനെ വർദ്ധിപ്പിച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അതെങ്ങനെ വർദ്ധിപ്പിക്കുന്നത്, നല്ല സൗകര്യങ്ങൾ വരുമ്പോൾ വർദ്ധിക്കുകയാണോ ചെയ്യുക? അതെ, വർദ്ധിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പണ്ടത്തെ പോലെയല്ല അല്ലെ. പിന്നെന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഫീൽഡ് അത് തന്നെ, ടെസ്റ്റുകൾ സിജമോ കറക്റ്റ് ആണ്, രോഗനിർണയ ടെസ്റ്റുകളൊക്കെ സൗകര്യങ്ങൾ കൂടി. പണ്ട് കാലഘട്ടത്തെ പോലെയല്ലല്ലോ. ഇപ്പൊ ഇഷ്ടം പോലെ നൂതന സാങ്കേതിക വിദ്യകളും എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരു രോഗം തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് പണ്ട് ഈ സൗകര്യങ്ങള് കുറവായതുകൊണ്ട് തന്നെ പല രോഗങ്ങളും തിരിച്ചറിയപ്പെടാതിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. എന്ത് രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ അത് തിരിച്ചറിയാതെ ഉള്ളിൽ കിടന്നുപോയ കാര്യങ്ങളുണ്ടായിരുന്നു പണ്ട് കാലത്ത്. പക്ഷെ ഇന്നൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട രോഗനിർണയ സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പല രോഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ കണ്ടുപിടിച്ചപ്പോ അറിയാതെ കിടന്ന പല അസുഖങ്ങളും എന്താണ് പോപ്പുലേഷനില് കണ്ടെത്തി തുടങ്ങിയപ്പോ ആ ഒരു അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് പ്രിവാലൻസ് റേറ്റ് വർദ്ധിച്ചു എന്ന് പറയുന്നത്. അത് തന്നെ ജോബി കറക്റ്റ് ആണ്. ഈസി ടു ഐഡന്റിഫൈ, അതെ, തിരിച്ചറിയാൻ എളുപ്പമായി കഴിഞ്ഞപ്പോ പലരും അറിയാതെ കിടന്ന അസുഖങ്ങളൊക്കെ എന്താണ് പൊന്തി വരാനായിട്ട് തുടങ്ങി അല്ലെ. ആ ഒരു അർത്ഥത്തിലാണ് അവിടെ പ്രിവാലൻസ് റേറ്റ്. എന്താണ് ശ്രീലക്ഷ്മി, രോഗങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക. അതെ, കറക്റ്റ് ആണ് കേട്ടോ. മെസ്സേജ് ഫുള്ളി കണ്ടില്ല. സിജ എന്താ പറഞ്ഞത്, വൺ കണ്ടീഷൻ ആൻഡ് സെവറൽ ടെസ്റ്റ് ആർ അവൈലബിൾ. കറക്റ്റ് ആണ് കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ. അത് ഇൻക്രീസ്ഡ്. അപ്പൊ ഈ ഫാക്ടേഴ്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാട്ട്. അപ്പൊ രോഗത്തിന്റെ കാലദൈർഘ്യം കൂടുന്നത്, ചികിത്സിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പുതിയ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം, അതുപോലെ തന്നെ അസുഖബാധിതരായിട്ടുള്ള ആളുകളുടെ ഇൻമൈഗ്രേഷൻ, ഹെൽത്തി പീപ്പിളിന്റെ ഔട്ട് മൈഗ്രേഷൻ, അതുപോലെ തന്നെ സസെപ്റ്റബിൾ പീപ്പിൾ അല്ലെ, രോഗസാധ്യതയുള്ളവരുടെ ഇൻമൈഗ്രേഷൻ, ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഫെസിലിറ്റീസ്, ഇവയെല്ലാം തന്നെ എന്തിനെ വർദ്ധിപ്പിച്ചു, പ്രിവാലൻസ് റേറ്റിനെ വർദ്ധിപ്പിച്ചു. ഫാക്ടേഴ്സ് മനസ്സിലായല്ലോ. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡിക്രീസ്ഡ് വാക്യത്ത് പറയുന്നത്. എപ്പോഴാണ് പ്രിവാലൻസ് റേറ്റ് കുറയുന്നത്? ഇവിടെ ലോങ്ങർ അല്ലേ നമ്മൾ പറഞ്ഞത്, ഇവിടെ എന്തായിരിക്കും, ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ് അല്ലെ. അതായത് രോഗത്തിന്റെ കാലദൈർഘ്യം കുറവാണെങ്കിൽ, കറക്റ്റ് ആണ് കേട്ടോ സുഷാ ജോലി, കറക്റ്റ് ആണ്. ഷോർട്ടർ ആണെങ്കിൽ അപ്പൊ എന്താണ്, അധികം വ്യാപനം നടക്കില്ല. പെട്ടെന്ന് തന്നെ എന്താണ് അസുഖം മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് വലിയ വ്യാപനം ഒന്നും അവിടെ നടക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അത് കുറയും. പിന്നെ എന്താണ് പറയുന്നത്, ഹൈ കേസ് ഫാറ്റാലിറ്റി റേറ്റ് ഫ്രം
ഡിസീസ്. ഫാറ്റാലിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ മോർട്ടാലിറ്റി തന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഹൈ കേസ് ഫാറ്റാലിറ്റി റേറ്റ് ഫ്രം ഡിസീസ്, അതായത് അസുഖം മൂലം ആളുകളുടെ മരണനിരക്ക് വർദ്ധിക്കുമ്പോൾ എന്ത് കുറയും? പ്രിവാലൻസ് റേറ്റ് കുറയും. അത് നമ്മൾ പറഞ്ഞു പോയിന്റാണ് അല്ലെ. രോഗം മൂലം മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വ്യാപനം നടക്കുന്നുണ്ടോ? അവിടെ വെച്ച് എന്താണ് സ്റ്റോപ്പ് ആവുകയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ പ്രിവാലൻസ് റേറ്റ് അവിടെ കുറയുന്നു. ഓക്കെ, പിന്നെന്താണ്? ഡിക്രീസിങ് ന്യൂ കേസസ് ഓർ ഡിക്രീസിങ് ഇൻസിഡൻസ്. അറിയാലോ, പുതിയ കേസുകളുടെ എണ്ണം കുറയുമ്പോ അല്ലെങ്കിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കുറയുമ്പോ എന്ത് കുറയും? പ്രിവാലൻസ് റേറ്റ് അവിടെ കുറയും. പിന്നെന്താണ്? ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ അല്ലെ, ആരോഗ്യമുള്ള ആളുകള് എന്താണ് പോപ്പുലേഷൻ അകത്തോട്ട് വരുമ്പോ എന്തിനെ കുറയ്ക്കും? അത് പ്രിവാലൻസ് റേറ്റിന് അത് കുറയ്ക്കും. എന്താണ് ഐശ്വര്യ? ഫാറ്റാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ ഡെത്ത് റേറ്റ് തന്നെയാണ് കേട്ടോ, മരണനിരക്കിനെ തന്നെയാണ് പറയുന്നത്. അതായത് രോഗം മൂലം ആളുകൾ മരണപ്പെട്ടു പോവാന്ന് വിചാരിക്കേ, മരണപ്പെട്ടു കഴിഞ്ഞാൽ വ്യാപിക്കാനുള്ള ചാൻസ് കുറവല്ലേ? ആളവിടെ മരണപ്പെട്ടു പോയി, പിന്നെ ആ ആൾക്ക് സമ്പർക്കമൊന്നും വരുന്നില്ല, ആളുകൾ അവിടെ മരിച്ചുപോയി അല്ലെ. അപ്പൊ എന്തുണ്ടാവില്ല? വ്യാപനം നടക്കുവോ? മറ്റൊരാളുകളിലേക്ക് സമ്പർക്കം വരുമ്പോഴല്ലേ വ്യാപിച്ചു പോകുന്നത്. അതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഫാറ്റാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മരണനിരക്ക് തന്നെയാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഐശ്വര്യക്ക്. അടുത്തത് ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, ദാറ്റ് മീൻസ് കേസസ് ഓഫ് ഡിസീസസ് കേട്ടോ. അതായത് അസുഖമുള്ള ആളുകള് പുറത്തോട്ട് എന്താണ് മനസ്സിലായില്ലേ ശരിക്കും? ഓക്കെ അല്ലേ? ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, അതായത് ഈ പറയുന്ന കേസസ് ഓഫ് ഡിസീസ് എടുക്കണം കേട്ടോ. അതായത് അസുഖബാധിതരായിട്ടുള്ള ആളുകൾ പുറത്തോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അസുഖമുള്ളവരൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറേയൊക്കെ സേഫ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്, വ്യാപനം വളരെയധികം കുറയും അല്ലെ. പിന്നെ എന്താണ്? ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് കേസസ് അല്ലെ, അതായത് കൂടുതൽ കേസുകൾ എന്താണ് മെച്ചപ്പെട്ട് ക്യൂർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലൂടെ ഭേദപ്പെടുകയാണെങ്കിൽ, റിക്കവർ ചെയ്യുകയാണെങ്കിലും എന്ത് സംഭവിക്കും? ഇവിടെ പ്രിവാലൻസ് റേറ്റ് അവിടെ കുറയുന്നു അല്ലെ. രോഗശമന നിരക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കുറയും? പ്രിവാലൻസ് റേറ്റ് അവിടെ കുറയും. സിമ്പിൾ അല്ലേ അത്? നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഇത്രയാണ് പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതോടുകൂടി പ്രിവാലൻസ് അവിടെ കംപ്ലീറ്റ് ആവാണ് കേട്ടോ. അത് പ്രിവാലൻസ് എന്താണെന്നും അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് എന്താ പറയാ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രോഗങ്ങൾ, പ്രിവാലൻസ് റേറ്റ് കൂടിയ അസുഖങ്ങൾ ഏതൊക്കെയാണെന്നും അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ഫോർമുല എന്താണ്, ടൈപ്സ് ഓഫ് പ്രിവാലൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പ്രിവാലൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇൻസിഡൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഇൻസിഡൻസ്. ഇപ്പൊ പ്രിവാലൻസ് പറഞ്ഞ പോലെ തന്നെ വേറൊരു സംഭവമാണ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗസംഭവങ്ങൾ. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? വ്യത്യാസം നമ്മളിത് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രിവാലൻസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എളുപ്പത്തിൽ പഠിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ രണ്ടിനും വ്യത്യാസവും നമുക്ക് അതോടൊപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ന്യൂ കേസസ് ആണ് കേട്ടോ. ന്യൂ കേസസ് എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ മനസ്സിനുള്ളിൽ. കാര്യം എന്താണ് പറഞ്ഞത്? നമ്പർ ഓഫ് ന്യൂ കേസസ് വിത്തിൻ എ പോപ്പുലേഷൻ അറ്റ് എ ഗിവൺ പീരീഡ് കേട്ടോ. അതാണ് ശരിക്കും ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു നിശ്ചിത കാലയളവില് ഈ പറയുന്ന ഒരു സ്പെസിഫിക് പോപ്പുലേഷനില് പുതിയ കേസുകളുടെ എണ്ണമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഓർ ഹെൽത്ത് കണ്ടീഷൻ വിത്തിൻ എ പോപ്പുലേഷൻ എന്താണ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അതായത് ഒരു നിശ്ചിത കാലയളവില് ഒരു സ്പെസിഫിക് പോപ്പുലേഷനില് എന്താണ് പുതിയ രോഗ കേസുകളുടെ എണ്ണം, പുതിയ രോഗത്തിന്റെയോ അല്ലെങ്കിൽ അപകട സാധ്യതയുടെയോ എണ്ണമാണ് ഇതെന്ന് പറയുന്നത് ഇൻസിഡൻസ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ന്യൂ കേസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ന്യൂ കേസസ് അപ്പൊ നിങ്ങൾ പ്രിവാലൻസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യണം. പ്രിവാലൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസസ് എന്നാണ് പറഞ്ഞത് അല്ലെ. അതായത് എക്സിസ്റ്റ് ചെയ്യുന്നതും പുതിയതുമായിട്ടുള്ള മുഴുവനും അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പ്രിവാലൻസിനകത്ത് അല്ലെ, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് നിലവിലുള്ളതും ഇനി പുതിയത് വരുന്നതും അങ്ങനെ എല്ലാം എൻറ്റയർ അല്ലെ മുഴുവനും എവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? പ്രിവാലൻസിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇൻസിഡൻസിലോട്ട് വരുമ്പോൾ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് ന്യൂ കേസസ് എന്നാണ് പറഞ്ഞത്. വ്യത്യാസം മനസ്സിലായോ? അവിടെ പുതിയ കേസുകളുടെ എണ്ണം മാത്രമേ നമ്മൾ
കണക്കാക്കുന്നുള്ളൂ. നിലവിലുള്ള കേസുകൾ പരിഗണിക്കുന്നുണ്ടോ? ഇല്ല, പുതിയ കേസുകൾ മാത്രമാണ് അവിടെ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാം കേട്ടോ, മനസ്സിലായി. നമുക്ക് വായിക്കാം. ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് lately diagnosed cases of a disease. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇൻസിഡൻസ് റേറ്റ് അല്ല. എന്താണ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് lately diagnosed cases of a disease. അതായത് റീസെന്റ് ആയിട്ട് lately diagnosed എന്ന് വെച്ചാൽ ന്യൂ കേസസ് ഓഫ് ഡിസീസ് അല്ലെ, പുതിയ കേസുകളുടെ എണ്ണത്തിനെയാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. നിലവിലുള്ളതല്ല, പുതിയ കേസുകളുടെ എണ്ണത്തിനെയാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, an incidence rate is the number of recent cases of a disease divided by the number of persons at risk for the disease. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ഫോർമുലയാണ്, പക്ഷെ അതിനെങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇൻസിഡൻസ് റേറ്റിനെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ്. അതായത് പുതിയ കേസുകളുടെ എണ്ണത്തിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? That is divided by the number of persons at risk for the disease. അതായത് രോഗസാധ്യതയുള്ളവരില് അല്ലെ, രോഗസാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. എന്ന് പറയാണ് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ന്യൂ കേസസ്. ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ന്യൂ കേസസ്, പുതിയ കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? പീപ്പിൾ, നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് റിസ്ക്, അതായത് അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. വിത്തിൻ എ പോപ്പുലേഷൻ അല്ലെ, വിത്തിൻ എ പോപ്പുലേഷൻ. എന്താണ് പറഞ്ഞത്? ഒന്നുകൂടെ പറയാണ്. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറഞ്ഞ സിംപിളി നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് ന്യൂ കേസസ് അല്ലെ, നമ്പർ ഓഫ് ന്യൂ കേസസ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക് അല്ലെ, നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക്, ആ രോഗം വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഒരു നിശ്ചിത കാലയളവില് ഒരു സ്പെസിഫിക് പോപ്പുലേഷനിലെ പുതിയ കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? രോഗസാധ്യതയുള്ളവരുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ടോട്ടൽ പോപ്പുലേഷൻ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഒരു പോപ്പുലേഷൻ അതിനകത്ത് ഏകദേശം 1,00,000-ഓളം ആളുകൾ ഉണ്ടെന്നിരിക്കട്ടെ. 1,00,000 ആളുകളുണ്ട്. ആ 1,00,000 ആളുകളിൽ 1,00,000 പേര് രോഗസാധ്യത ഉള്ളവരാവണമെന്നില്ല അല്ലെ. ചിലപ്പോൾ ഒരു 10,000 പേര് മാത്രമേ എന്തുണ്ടാവുള്ളൂ? രോഗസാധ്യത ഉള്ളവരുണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് പോപ്പുലേഷനിൽ രോഗസാധ്യതയുള്ളവരുടെ എണ്ണം കൊണ്ടാണ് ഹരിക്കുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലായോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഇൻസിഡൻസ് റേറ്റ് ഓഫ് ഇൻഫ്ലുവൻസ നമ്മൾ മെഷർ ചെയ്യാണ്. ഇൻസിഡൻസ് റേറ്റ് ഓഫ് ഇൻഫ്ലുവൻസ, ജലദോഷം എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ഒരു ഇൻസിഡന്റ് റേറ്റ് നമ്മൾ മെഷർ ചെയ്യാണ്. അപ്പൊ അതിനകത്ത് ഏകദേശം ഒരു 1000 പീപ്പിൾ അറ്റ് റിസ്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു പോപ്പുലേഷൻ, ആ ഒരു പോപ്പുലേഷനിൽ ചിലപ്പോൾ 1,00,000 2,00,000 ആളുകൾ ഉണ്ടായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. അതിനകത്ത് ഒരു 10,000 ആളുകൾക്കാണ് അപകട സാധ്യത ഉള്ളത് കേട്ടോ. 10,000 ആളുകൾക്ക്. അപ്പൊ നമ്മൾ ഈ 10,000 രോഗസാധ്യതയുള്ള ആളുകളില് നമ്മൾ ഈ ഇൻസിഡൻസ് റേറ്റ് ഓഫ് ഇൻഫ്ലുവൻസ നമ്മൾ മെഷർ ചെയ്യാൻ പോവാണ്. അപ്പൊ പുതിയ കേസുകൾ വന്നേക്കുന്നത് 500 ആണ്. ഓക്കെ, പുതിയ കേസുകൾ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. 500 കേസുകളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫോർമുല പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ന്യൂ കേസസ് എത്രയാ? 500 അല്ലെ. 500 ഡിവൈഡഡ് ബൈ പീപ്പിൾ അറ്റ് റിസ്ക്. പീപ്പിൾ അറ്റ് റിസ്ക് എത്രയാന്നാ പറഞ്ഞത്? 10,000 അല്ലെ. 10,000. 500 ബൈ 10,000 ഇൻറ്റു നമ്മളൊരു ടൈം പീരീഡിലല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സാധാരണയായിട്ട് നമ്മൾ ഒരു വർഷത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പൊ ഇൻറ്റു 1 ഇയർ. അപ്പൊ നമുക്ക് ഏകദേശം 5% കിട്ടും കേട്ടോ. 5%, 5%. എന്താണ് ഈ 5% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് മീൻസ് 5% ഓഫ് ദ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഡെവലപ്പ് എന്താണ് ഈ പറയുന്ന ഡെവലപ്പ് ഇൻഫ്ലുവൻസ അല്ലെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം. അതിന്റെ അർത്ഥം എന്താണ്? 10,000 ആളുകളിലാണ് നമ്മൾ മെഷർ ചെയ്തത് അല്ലെ. രോഗസാധ്യതയുള്ള 10,000 ആളുകളില് നമുക്ക് കിട്ടിയത് 500 പേര്. 500 ബൈ 10,000 നമ്മൾ ചെയ്തു. ഇന്ന് നമുക്ക് 5% എന്ന് പറഞ്ഞാല് രോഗസാധ്യതയുള്ള ആളുകളില് 5% ആളുകളിലാണ് എന്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഇൻഫ്ലുവൻസ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് രോഗസാധ്യതയുള്ള ആളുകളില് 5% ആളുകളിലാണ് എന്ത് വന്നേക്കുന്നത്? ഈ പറയുന്ന ഇൻഫ്ലുവൻസ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു അറിവാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വായിക്കാൻ നമുക്ക് ഇൻസിഡന്റ് റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് ന്യൂ കേസസ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഓഫ് എ ഡിസീസ് ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ് കേട്ടോ. രോഗസാധ്യത ഉള്ളവരിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ.
ഓക്കെ, ഇനി നോക്കുക. ഇൻസിഡൻസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇറ്റ് ഇസ് ഓക്കെ, ഇൻസിഡൻസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. അതൊരു പ്രധാനപ്പെട്ട ഒരു റേറ്റ് ആണെന്ന് നമുക്ക് പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എത്രത്തോളം ജനങ്ങളിൽ ഇത് വ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രോഗത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെ? ഇപ്പൊ ഇൻസിഡൻസ് റേറ്റ് കൂടുതലാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻസിഡൻസ് റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ കേസുകളുടെ എണ്ണം അവിടെ കൂടുതലാണ്, വ്യാപനം കൂടുതലാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇൻസിഡൻസ് റേറ്റ് കുറവാണെങ്കിലോ പുതിയ കേസുകൾ അധികം റിപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെ? അധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ നടക്കുന്നില്ല, അവിടെ വ്യാപനം നടക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? ഇൻസിഡൻസ് റേറ്റ് കൂടുക എന്ന് പറയുമ്പോൾ പുതിയ കേസുകൾ അവിടെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപനം കൂടുന്നുണ്ട്. അതേസമയം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇൻസിഡൻസ് റേറ്റ് കുറവാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അവിടെ വ്യാപനം വളരെ കുറവാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് റേറ്റ് ആണ്. ഇനി നോക്കുക. ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക് who develop disease in the course of a specific time period. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഒരു നിശ്ചിത കാലയളവില് എന്താണ് അപകട സാധ്യതയുള്ളവരില് എന്താ പറയാ അപകട സാധ്യതയുള്ളവരില് എന്താ പറയാ രോഗം ഉള്ളവരുടെ ആ ഒരു അനുപാതം കേട്ടോ. ഇറ്റ് ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക് who develop disease in the course of a specific time period. നിശ്ചിത കാലയളവില് എന്താണ് അപകട സാധ്യതയുള്ളവരിൽ എത്ര പേരിലാണ് ഈ അസുഖം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നതിന്റെ ആ ഒരു അനുപാതമാണ് എന്ന് പറയുന്നത് ഇൻസിഡൻസ് റേറ്റ്. ഓക്കെ, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ന്യൂ കേസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് റിസ്ക് ഇൻടു ടൈം പീരീഡ്. അത്ര മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് റേറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞ രോഗസാധ്യതയുള്ളവരിൽ എത്ര ആളുകളിൽ രോഗം വികസിച്ചിട്ടുണ്ട് എന്നതിനെയാണ് അതവിടെ മെഷർ ചെയ്യുന്നത്. അത്ര മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നമുക്ക് നോക്കാം, ഫോർമുല നോക്കാം. ഫോർമുല നോക്കിക്കേ. ഇൻസിഡൻസ് റേറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൻ ടൈം പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഴ്സൺ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ അപ്പ് പീരീഡ്. എന്താണ് പറഞ്ഞത്? ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ പീരീഡ്. അതായത് തുടർന്നുള്ള കാലയളവില് രോഗസാധ്യതയുള്ള ആളുകളുടെ എണ്ണം. അവിടെ ടൈം പറയുന്നുണ്ട്, അതായത് ഒരു സമയം കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കുന്നുണ്ട്, അല്ലെ? പേഴ്സൺ ടൈം അറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സമയം കൂടെ അവിടെ പരിഗണിക്കുന്നത്. അവിടെ ഇൻഡു ടൈം പീരീഡ് എന്ന് പറഞ്ഞല്ലേ പഠിച്ചത്? സമയം കൂടെ അവിടെ കണക്കാക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അതായത് ഈ പറയുന്ന പ്രത്യേക അപകട സാധ്യതയോ രോഗമോ ഉണ്ടാകാൻ വിധേയമാകുന്ന ആ ഒരു സമയത്തിന്റെ അളവും കൂടെ അവിടെ കണക്കാക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ടൈം അളവ് കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോർമുല നിങ്ങളൊന്ന് ബോക്സ് ചെയ്ത് വെക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 3 key elements കേട്ടോ. ഇതിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ, പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് വേറെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫോർമുലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. 3 key elements. ഒന്നാമത്തെ നോക്കിയേ. ഓൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഭാഗമാണ് കേട്ടോ. അംശം ചെയ്തെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെ. അപ്പൊ അംശത്തില് ന്യൂമറേറ്ററിനകത്ത് എന്താണ്? ഓൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ്, അല്ലെ? പുതിയ കേസുകൾ മാത്രമാണ് ന്യൂമറേറ്ററിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പ്രിവാലൻസുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, പ്രിവാലൻസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണേ നല്ലതായിരിക്കും. രണ്ടും നല്ല കൺഫ്യൂഷൻ വരില്ല. പ്രിവാലൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻ ആണ് പറഞ്ഞത്. അതായത് അവിടെ എക്സിസ്റ്റിംഗ് കേസുകളും പരിഗണിക്കുന്നുണ്ട്, ന്യൂ കേസസും പരിഗണിക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രിവാലൻസിനകത്ത്. ഇൻസിഡൻസിൽ അങ്ങനെയാണോ? അല്ല. ഓൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൽ പുതിയ കേസുകൾ മാത്രമേ അവിടെ പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? രണ്ടാമത്തെ ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ആ പോപ്പുലേഷൻ അറ്റ് റിസ്ക് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ നമ്മൾ എന്താണ്? അപകട സാധ്യതയുള്ള മുഴുവൻ പോപ്പുലേഷനെ നമ്മൾ അവിടെ പരിഗണിക്കുന്നുണ്ട്, അല്ലെ? അതേസമയം പ്രിവാലൻസിന് അങ്ങനെയായിരുന്നു. പ്രിവാലൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ എ പോപ്പുലേഷൻ എന്നാ പറഞ്ഞത്. ആ പോപ്പുലേഷനിലുള്ള എല്ലാ ആളുകളെയും പരിഗണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അപകട സാധ്യത ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാവരെയും അതിനകത്ത് പരിഗണിക്കുന്നുണ്ട്.
പക്ഷെ ഇൻസിഡൻസിനകത്ത് അങ്ങനെയാണോ? അല്ല. ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക്, ആ റിസ്കിന് ഇമ്പോർട്ടന്റ് ഉണ്ട്, അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. അതായത് ആ പോപ്പുലേഷനകത്ത് എല്ലാവരെയും പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. അതിനകത്ത് അപകട സാധ്യതയുള്ള ആളുകളെ മാത്രമേ നമ്മൾ അവിടെ പരിഗണിക്കൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പോപ്പുലേഷൻ 1,00,000 ആളുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അതിനകത്ത് ഒരു പക്ഷേ 10,000 പേർക്ക് മാത്രമേ അപകട സാധ്യത ഉണ്ടാവൂ. അവരിലാണ് നമ്മളത് കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണ്? ടൈം ഇലമെന്റ്. നമ്മളിവിടെ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് എന്നല്ലേ പറഞ്ഞത്? ആ ടൈം അവിടെ കണക്കാക്കുന്നുണ്ട് അല്ലെ? ആ രോഗത്തിന് വിധേയമാകുന്ന സമയം കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കണക്കാക്കും. സോ ടൈം ഇലമെന്റ് കേട്ടോ. പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിഫക്റ്റഡ് അല്ല, ഡിറ്റക്റ്റഡ് എന്നാണ് കേട്ടോ. ഡിറ്റക്റ്റഡ്. ഓക്കെ, കേട്ടോ. അതായത് പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്തിട്ടില്ല അല്ലെ, ഡയഗ്നൈസ് ചെയ്തിട്ടില്ല ആ ഒരു സമയം, ആ ടൈം പീരീഡ് കൂടെ അവിടെ പരിഗണിക്കുന്നത്. ഇപ്പൊ 1 വർഷമാവാം, ചിലപ്പോൾ 2 മാസമാവാം, ചിലപ്പോൾ 3 ആഴ്ചയാവാം. ആ ഒരു സമയം കൂടെ അവിടെ കണക്കാക്കുന്നത് കേട്ടോ. അതൊക്കെയാണ് ഈ ഒരു ഫോർമുലയുടെ പ്രത്യേകത. ഓക്കെ, അവിടെ സമയം കണക്കാക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഒരു സമയം നമ്മളിവിടെ കണക്കാക്കുന്നുണ്ട്. അതിപ്പോ ചിലപ്പോൾ ഇയർ ആവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ പുതിയ കേസ് മാത്രമേ ന്യൂമറേറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ടൈം പീരീഡ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, മീൻസ് കണക്കാക്കുന്നുണ്ട് കേട്ടോ, പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നോക്കുക. 2 മെയിൻ ടൈപ്സ് ഓഫ് ഇൻസിഡൻസസ്. ഇനി 2 പ്രധാന ടൈപ്പ് ഇൻസിഡൻസ്. അപ്പൊ നമ്മൾ അവിടെ പ്രിവാലൻസ് പഠിച്ചപ്പോ 3 ടൈപ്പ് പഠിച്ചില്ലേ? പോയിന്റ് പ്രിവാലൻസ്, പീരീഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറഞ്ഞ പോലെ ഇൻസിഡൻസും 2 ടൈപ്പ് നമുക്ക് ഉണ്ട്. അത് ജസ്റ്റ് ഹെഡിങ്, ആ പേര് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. അപ്പൊ നമുക്ക് 2 മെയിൻ ടൈപ്സ് ഓഫ് ഇൻസിഡൻസസ്. ഇതൊക്കെയാണ് 2 ടൈപ്പ്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസും ഇൻസിഡൻസ് റേറ്റ് അഥവാ ഇൻസിഡൻസ് ഡെൻസിറ്റി എന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, അങ്ങനെ വരില്ല. ഈ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതൊക്കെയാണ്. ഒന്നാമത്തെ ടൈപ്പ് ഏതാണ്? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് ആണ് കേട്ടോ. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. രണ്ടാമത്തത് ഇൻസിഡൻസ് റേറ്റ് അഥവാ ഇൻസിഡൻസ് ഡെൻസിറ്റി എന്നും പറയാം കേട്ടോ. 2 പേരും പറയാം. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയാം, ഇൻസിഡൻസ് ഡെൻസിറ്റി. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രപ്പോർഷൻ ആണ് കേട്ടോ, അനുപാതമാണ്. എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ന്യൂ കേസസ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക്. അത്രയേ ഉള്ളൂ. സമയം കണക്കാക്കുന്നില്ല. മനസ്സിലായല്ലോ? സമയം അവിടെ പരിഗണിക്കുന്നില്ല, സമയം കണക്കാക്കുന്നില്ല. അതാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്. അത്ര മാത്രം മനസ്സിലുണ്ടായാൽ മതി. വേറെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കി കൺഫ്യൂസ്ഡ് ആവണ്ട. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ന്യൂ കേസസ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അറ്റ് റിസ്ക്. അത്രയേ ഉള്ളൂ. അവിടെ സമയത്തിന് പ്രാധാന്യം വരുന്നില്ല. അതേസമയം ഇൻസിഡൻസ് റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുമ്പോൾ അഥവാ ഇൻസിഡൻസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ന്യൂ കേസസ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് റിസ്ക്, നമ്പർ ഓഫ് പേഴ്സൺ ടൈം അറ്റ് റിസ്ക്, അങ്ങനെയും കൂടെ കൺസിഡർ ചെയ്യുന്നു കേട്ടോ. പേഴ്സൺ ടൈം അറ്റ് റിസ്ക് എന്ന് വെച്ചാല് ആ ഒരു രോഗം അല്ലെങ്കിൽ രോഗം ഉണ്ടാവാനുള്ള എന്താ പറയുക വിധേയമാകുന്ന ആ ഒരു സമയവും കൂടെ അവിടെ കണക്കാക്കുന്നുണ്ട്. അതേസമയം ക്യുമുലേറ്റീവ് ഇൻസിഡൻസിൽ എന്താണ്? ആ രോഗത്തിന് വിധേയരാവാൻ സാധ്യതയുള്ള മുഴുവൻ ഗ്രൂപ്പിനെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് പോപ്പുലേഷൻ അറ്റ് റിസ്ക് എന്നല്ലേ പറഞ്ഞേ? ആ മുഴുവൻ ഗ്രൂപ്പിനെ അവിടെ പരിഗണിക്കുന്നുണ്ട്. ടൈം അവിടെ കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ ടൈമിന് അവിടെ ആ വിധേയമാകുന്ന ടൈം അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ആണ് കേട്ടോ. സമയം അവിടെ കണക്കാക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അത് മാത്രം ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ. ഓക്കെ, ഇപ്പൊ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ക്യുമുലേറ്റീവ് ഇൻസിഡൻസും ഇൻസിഡൻസ് റേറ്റ്. ഇൻസിഡൻസ് റേറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻസിഡൻസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ്. ഈ ഇൻസിഡൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കേട്ടോ, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാരക്ടറിസ്റ്റിക് ഇതാണ്. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. ഇതാണ് അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ അവസ്ഥ എത്രത്തോളം വ്യാപിച്ചു അല്ലെങ്കിൽ ആ അവസ്ഥയുടെ വ്യാപ്തി എത്രയാണ് എന്നത് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരം അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇല്ലേ. ഇൻസിഡൻസിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇറ്റ് അഡ്രസ് ദ
The question, how far the condition is, അല്ലെ എത്രത്തോളം ഈ അവസ്ഥ വ്യാപിച്ചിട്ടുണ്ട്, ഈ രോഗാവസ്ഥ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്, ആ ഒരു രോഗാവസ്ഥയുടെ വ്യാപ്തി ആ ജനസംഖ്യയിൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഇൻസിഡൻസ് റേറ്റ് കൂടാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പുതിയ കേസുകൾ ധാരാളമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അവിടുത്തെ വ്യാപനം വളരെയധികം കൂടുതലാണ്, അല്ലെ? അപ്പൊ ആ വ്യാപ്തി നമുക്കറിയാം, വ്യാപ്തി വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഇൻസിഡൻസ് റേറ്റ് കുറവാണെങ്കിൽ വലിയ കാര്യമായിട്ട് പുതിയ കേസുകളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താണ്, ആ ഒരു വ്യാപ്തി കുറയുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? ആ ഒരു വ്യാപനം അവിടെ നടക്കുന്നില്ല, അത് കുറയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഡ്രസ് ദ ക്വസ്റ്റ്യൻ, ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. അതായത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ്, അതായത് രോഗസാധ്യതയുടെ അളവാണ് അത് കാണിക്കുന്നത്. രോഗസാധ്യതയുടെ അളവാണ് കേട്ടോ, അല്ലാണ്ട് രോഗത്തിന്റെ അളവല്ല. പ്രിവാലൻസിൽ രോഗത്തിന്റെ അളവിനെയാണ് കാണിക്കുന്നത്, ലോഡ് ഓഫ് ഡിസീസ് ആണ് കാണിക്കുന്നത്. ഇവിടെ പക്ഷെ അതല്ല, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ആണ്, രോഗസാധ്യതയുടെ അളവിനെയാണ് അത് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ്, ഒരു നിശ്ചിത ടൈമിൽ പറയുമ്പോഴാണ് അത് കുറേ കൂടെ മീനിങ് ഫുൾ ആവുന്നത്, അല്ലെ? ഒരു കറക്റ്റ് ഒരു സമയം, ഒരു നിശ്ചിത സമയത്ത് നമ്മൾ അത് സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫോർമുലയ്ക്ക് അതിനൊരു പ്രാധാന്യം വരുന്നത്, അത് കൂടുതൽ മീനിങ് ഫുൾ ആവുന്നു, അല്ലെ? അതാണ് അവിടെ പറഞ്ഞത്, മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഇറ്റ് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. അതൊരു നിശ്ചിത ടൈം പീരീഡിൽ വേണം നമ്മൾ പറയാനായിട്ട്, എന്നാൽ മാത്രമാണ് അതിന് കൂടുതൽ അർത്ഥവത്താവുള്ളൂ. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാല് ഇത് എക്സ്പ്രസ് the risk of having an outcome for the population at risk, not for a single person, അല്ലെ? അതായത് നമ്മളൊരു എന്താ പറയാ, ഒരു വ്യക്തിയുടെ അപകട സാധ്യതയല്ല നമ്മളവിടെ പ്രവചിക്കുന്നത്, പിന്നെയോ ആ വ്യക്തികൾ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു പോപ്പുലേഷന്റെ അപകട സാധ്യത, അതിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ശരിയല്ലേ? ഇറ്റ് എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് എൻ ഔട്ട്കം ഫോർ ദ പോപ്പുലേഷൻ അറ്റ് റിസ്ക്, നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ, അല്ലെ? നമ്മളിപ്പോ ഒരു വ്യക്തിക്ക് വരുന്ന അപകട സാധ്യത, വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിക്ക് വരുന്ന അപകട സാധ്യതയെ അല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, പിന്നെയോ നമ്മൾ ഈ വ്യക്തികൾ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു പോപ്പുലേഷന്റെ അപകട സാധ്യതയെയാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ എന്താ പറയുന്നത്, population must be free of disease at the beginning of the study. എന്താണ്? population must be free of disease at the beginning of the study. നമ്മൾ ഈ പഠനത്തിന്റെ ആരംഭത്തിൽ, അതായത് ഇൻസിഡൻസ് റേറ്റ് നമ്മൾ പഠിക്കാൻ തുടങ്ങുമല്ലോ, ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ആ പോപ്പുലേഷൻ ഉണ്ടല്ലോ, അതെന്തായിരിക്കണം? ഫ്രീ ഓഫ് ഡിസീസ് ആയിരിക്കണം, രോഗരഹിതമായിരിക്കണം. എന്തുകൊണ്ടാണ് രോഗരഹിതമായിരിക്കണം എന്ന് പറയാൻ കാരണം, എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ കേസുകൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ എന്താണ്, നമ്മൾ സ്റ്റഡി തുടങ്ങുന്ന സമയത്ത്, പഠനം തുടങ്ങുന്ന സമയത്ത് ആ പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് ആയിരിക്കണം. നമുക്ക് മെഷർ ചെയ്യേണ്ട ന്യൂ കേസസ് അല്ലേ, പുതിയ കേസ് അല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് രോഗരഹിതമായി ഇരുന്നാൽ മാത്രമാണ് പുതിയ കേസുകൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും, മുൻപുണ്ടായതാണോ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നതാണോ, ആകെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ രോഗരഹിതമാണെങ്കിൽ നമുക്ക് പുതിയത് വരുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂ കേസസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകതകൾ പറഞ്ഞത്? അതായത് ഇത് ഈ ഒരു ജനസംഖ്യയില് ഈ അസുഖത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ആൻസർ കിട്ടും. അതുപോലെ തന്നെ എന്താണ് ഇത് മെഷർ ചെയ്യുന്നത്? റിസ്ക് ഓഫ് ഡിസീസ് ആണ് കേട്ടോ, രോഗ സാധ്യതയുടെ അളവാണ് അവിടെ മെഷർ ചെയ്യുന്നത്. പക്ഷെ ഒരു സ്പെസിഫിക് ടൈമിൽ പറയുമ്പോഴാണ് അതിന് കൂടുതൽ എന്താണ് പ്രാധാന്യം വരുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ രോഗസാധ്യതയെയല്ല അവിടെ പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഈ വ്യക്തികളും ഗ്രൂപ്പുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ടോട്ടൽ ഒരു പോപ്പുലേഷന്റെ അപകട സാധ്യതയെയാണ് അവിടെ അവര് റെപ്രസെന്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പഠനത്തിന്റെ തുടക്കത്തില് ഈ പറയുന്ന പോപ്പുലേഷൻ എന്തായിരിക്കണം? ഫ്രീ ഓഫ് ഡിസീസ് ആയിരിക്കണം, അതായത് രോഗരഹിതമായിരിക്കണം. നമുക്ക് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ന്യൂ കേസസ് ആണല്ലോ. അപ്പൊ പുതിയ കേസുകൾ നമുക്ക് വരുമ്പോൾ പെട്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറയുന്നത്? പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ ആണ്. അടുത്തതാണ്
യൂസ് ഓഫ് ഇൻസിഡൻസ് കേട്ടോ. ഇൻസിഡൻസിന്റെ ഉപയോഗങ്ങൾ, അതായത് നമ്മളിപ്പോ പ്രിവാലൻസിന്റെ യൂസ് പഠിച്ചില്ലേ എന്നതുപോലെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കേട്ടോ നമുക്ക് നോക്കാം. ഇറ്റ് എക്സ്പ്ലെയിൻസ്, ഏകദേശം അതുമായിട്ടൊക്കെ കുറച്ച് സാമ്യതയുണ്ട് കേട്ടോ, പ്രിവാലൻസുമായിട്ട് കുറച്ചൊക്കെ സാമ്യതയുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റിസ്ക് ഓഫ് ഡിസീസ് ഓക്കറൻസ് ഓവർ ടൈം. അതിനല്ലേ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത്, അതായത് ഒരു ടൈം പീരീഡിനകത്ത് ആ ഒരു അപകട സാധ്യതയെ നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഇവിടെ ഓക്കറൻസ് ഓവർ ടൈം, അതെ അതാണ് കേട്ടോ ഓവർ ടൈം. അതായത് ഓവർ ടൈം ആ ഒരു സമയത്ത് രോഗ സാധ്യതയെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതറിഞ്ഞ് വിശദമാക്കാനായിട്ട് സാധിക്കും. എക്സ്പ്ലെയിൻസ് ദ റിസ്ക് ഓഫ് ഡിസീസ് ഓക്കറൻസ് ഓവർ ടൈം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് ആസ് ടു പ്രിപ്പയർ ദ റിസോഴ്സസ് ടു കോമ്പാക്ട് ഇവന്റ്സ്. അതായത് നമ്മൾ ഈ പറയുന്ന പ്രതിരോധ നടപടികൾ എടുക്കാനും അല്ലെ, പ്രതിരോധ നടപടികൾ എടുക്കാനും അതിനനുസരിച്ചുള്ള റിസോഴ്സുകൾ, വിഭവങ്ങളെയൊക്കെ നമുക്ക് എന്താണ് അലോക്കേറ്റ് ചെയ്യാനും ഒക്കെ ഇത് വളരെയധികം ഫലപ്രദമാണ് അല്ലെ. ഇൻസിഡൻസ് റേറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇൻസിഡൻസ് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ ഇതിനർത്ഥം അത് കൂടുന്നുണ്ട് അല്ലെ, ആ ഒരു വ്യാപനം വർദ്ധിക്കുന്നുണ്ട്, പുതിയ കേസുകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും അല്ലെ. കേസുകൾ വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും. അതാണ് പറയുന്നത്, പ്രതിരോധ നടപടികളും അതിനനുസരിച്ച് റിസോഴ്സുകളൊക്കെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് പറയുന്നത്, കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ 2 or more പോപ്പുലേഷൻസ്. അതായത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള ആ ഒരു അപകട സാധ്യതയെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നമ്മളിപ്പോ എന്തായാലും ഒരു പോപ്പുലേഷൻ യൂണിറ്റ് വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള ആ ഒരു അപകട സാധ്യതയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. ഓക്കെ, താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും റിസ്ക് ഓഫ് ദ ഡിസീസ് കേട്ടോ. പിന്നെ പറയുന്നത്, ആസ് ദ ഇൻസിഡൻസ് റേറ്റ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫാക്ടർ ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടേഴ്സ്. അതായത് ഈ രോഗം ഉണ്ടാവാൻ സാധ്യതയുള്ള ആ രോഗ സാധ്യതയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അല്ലെ. നമ്മൾ പറയുന്ന രോഗസാധ്യതയെ പറ്റിയാണല്ലോ. ഈ രോഗസാധ്യതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വയസ്സാവാം, പേഷ്യന്റിന്റെ വയസ്സാവാം, ചിലപ്പോൾ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി ആവാം, ഫീമെയിൽ ആണോ മെയിൽ ആണോ അതിനെ ആശ്രയിച്ചിരിക്കാം, ചിലപ്പോൾ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, പാരിസ്ഥിതിക ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതായത് ആ ഒരു ഇൻസിഡന്റ് റേറ്റിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അപകട സാധ്യതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ, റിസ്ക് ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഒന്നാമത്തെ എക്സ്പ്ലെയിൻസ് ദ റിസ്ക് ഓഫ് ഡിസീസ് ഓക്കറൻസ് ഓവർ ടൈം. ഓവർ ടൈം സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു അപകട സാധ്യതയെ നമുക്ക് വിശദമാക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് പ്രതിരോധ നടപടികളും വിഭവങ്ങളും നമുക്ക് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് സാധിക്കും. പിന്നെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള ആ ഒരു അപകട സാധ്യതയെ, രോഗസാധ്യതയെ പരസ്പരം നമുക്ക് താരതമ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ രോഗസാധ്യതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതും ഫാക്ടേഴ്സ് അല്ലെ, റിസ്ക് ഫാക്ടേഴ്സ് പലതും ആവാം അല്ലെ, ഏജ് ആവാം, ഞാൻ പറഞ്ഞ എൻവയോൺമെന്റ്, ഇതൊക്കെ ഫാക്ടേഴ്സുകളാണ്. അത്തരം ഫാക്ടേഴ്സുകൾ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനും സാധിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ് കേട്ടോ. ഇൻസിഡൻസിന്റെ പ്രാധാന്യം എന്താണ് കേട്ടോ, അതിന്റെ പ്രാധാന്യം എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ പാത്തോജെനിസിസ്. ഇതാണ് പാത്തോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പാത്തോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രോഗം ഡെവലപ്പ് ചെയ്ത ആ ഒരു പുരോഗമിക്കുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പാത്തോജെനിസിസ് എന്ന് പറയുന്നത് കേട്ടോ. രോഗകാരികൾ, അത് പാത്തോജൻസ് ആണ് കേട്ടോ. പാത്തോജൻസ് ആണ് രോഗകാരികള്. പാത്തോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? ആ രോഗം ഡെവലപ്പ് ചെയ്യുന്നതും അല്ലെ, ആ രോഗം ഉടലെടുക്കുന്നതും അതിങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നത് അല്ലെ, അത് പുരോഗമിക്കുന്നതുമായിട്ടുള്ള ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മൊത്തത്തില് പാത്തോജെനിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പാത്തോജെനിസിസിൽ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് എവിടെ നിന്നാണ് ആ രോഗം വരുന്നത്, അത് ഏത് രീതിയിലാണ് അത് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞത് കേട്ടോ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ പാത്തോജെനിസിസ്.
ഓക്കെ, പാത്തോജെനിസിസ് എന്ന് പറഞ്ഞ ഒന്നുകൂടെ പറയാണ്, ഈ രോഗം ഡെവലപ്പ് ചെയ്യുന്നതും പുരോഗമിക്കുന്നതുമായിട്ടുള്ള ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പാത്തോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഇത് വളരെയധികം ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. രണ്ടാമത്തത് ടു ഫൈൻഡ് ദ ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ രോഗത്തിന്റെ ആ ഒരു വ്യാപനം അല്ലെ, രോഗവ്യാപനം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ടു കൺട്രോൾ ഡിസീസ്, രോഗവ്യാപനം കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രോഗത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ലേ, പറ്റില്ലേ, വ്യാപനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് അതിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. സോ എന്താണ്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു കൺട്രോൾ ദി ഡിസീസ് അല്ലെ, രോഗത്തിനെ തടയാൻ നിയന്ത്രിക്കാൻ അത് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇൻ റീസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ്, റീസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ്, അതായത് നമ്മൾ ഈ റീസ്ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. ചികിത്സകൾ ഉണ്ടല്ലോ, രോഗത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, അത് രോഗത്തിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, ചികിത്സ കൊടുക്കണം അല്ലെ. അപ്പൊ ആ ചികിത്സയെ കൺട്രോൾ ചെയ്യാനും ആ ചികിത്സയുടെ മെഷർമെന്റ്സ് അല്ലെ, തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ്, ചികിത്സ ഏത് അളവിൽ കൊടുക്കണം എന്നതൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതായത് ചികിത്സേനെ ഏത് രീതിയിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം ആ ഒരു വ്യാപനത്തെ തടയാനായിട്ട്. അതുപോലെ ചികിത്സ ഏത് അളവിൽ കൊടുക്കണം, കുറഞ്ഞ അളവിൽ വേണോ കൂടുതൽ അളവിൽ വേണം, ഇൻസിഡൻസ് റേറ്റ് കൂടുതലാണെങ്കിൽ കൂടിയ അളവിൽ വേണം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻസിഡൻസ് റേറ്റ് കുറവാണെങ്കിൽ കുറഞ്ഞ അളവിൽ എന്ത് ചെയ്താൽ മതി, ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ആ ഒരു അളവിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ അളവും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു കേട്ടോ. പിന്നെ പറയുന്നത് ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്, ഓക്കെ സുഷ കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ എന്താ പോയിന്റ്, ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്, അതായത് ആരോഗ്യ നയങ്ങൾ നിർമ്മിക്കുന്നതിലും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതായത് പോളിസി മേക്കേഴ്സ് ഉണ്ടല്ലോ, പോളിസി മേക്കേഴ്സിന് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാര്യം അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പോളിസികൾ നിർമ്മിക്കാനും പ്രോഗ്രാമുകളും മറ്റുള്ളതൊക്കെ എന്താ പറയാ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാനും അതിനെയൊക്കെ ആസൂത്രണം ചെയ്യാനൊക്കെ ഒരു പരിധി വരെ ഇത് സഹായിക്കുന്നുണ്ട്. ഈ പറയുന്ന ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ എവിടേക്കാണ് സഹായിക്കുന്നത്, പാത്തോജെനിസിസിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടു ഫൈൻഡ് ദി ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, രോഗവ്യാപനം കണ്ടെത്തുന്നതിന്, രോഗത്തെ നിയന്ത്രിക്കുന്നത് പോലെ അതിനനുസരിച്ച് ചികിത്സ നിയന്ത്രിക്കാനും ചികിത്സയുടെ അളവിനെ നിയന്ത്രിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യ നയങ്ങൾ നിർമ്മിക്കുന്നതിനും എന്ത് ഹെൽപ്ഫുൾ ആണ്, ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പുതിയ പോളിസികൾ ഉണ്ടാക്കേണ്ടത് വരും, ചില പ്രോഗ്രാമുകൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ടാണ് മെയിൻ ഭാഗങ്ങൾ കഴിയാണ് കേട്ടോ. അതായത് നമ്മള് ഈ പറഞ്ഞത് ഡെത്ത് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, പിന്നെ എന്താണ് പ്രിവാലൻസ് റേറ്റ്, ഇൻസിഡൻസ് റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. ഇനിയുള്ളത് നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ചാലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. ചാപ്റ്റർ തുടങ്ങിയത് തന്നെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങിയത്. പിന്നെ ഇടയ്ക്കാണ് നമ്മൾ കുറെ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ മറ്റേ മോർട്ടാലിറ്റി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ഒക്കെ നമ്മൾ പഠിച്ചത്. പ്രിവാലൻസ്, ഇൻസിഡൻസ് ഒക്കെ അതിന്റെ ഇടയിൽ വന്നു പോയ കാര്യങ്ങളാണ്. നമ്മൾ തുടങ്ങി വെച്ചത് എന്തായിരുന്നു, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ ഇനി നോക്കുക, ചാലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് കേട്ടോ, ചാലഞ്ചസ് എന്തൊക്കെയാണ്. ഇവിടെ കുറെ ജനറലൈസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊന്നും വലിയ പോയിന്റ് ചോദ്യങ്ങളൊന്നും വരാനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുന്നു. പോയിന്റുകൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് അത് പറയുന്നുണ്ട്. ഈ പോയിന്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വായിക്കാം. The technological progress in the field of medical sciences have overturned our social, economic and political policies and have provided the clinicians with the newly discovered aids for the diagnosis and treating illness. എന്താണ് പറയുന്നത്, ഉദ്ദേശിച്ച അവിടെ, അതായത് നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ഉണ്ടല്ലോ, നമ്മുടെ മെഡിക്കൽ രംഗത്ത് ഇപ്പൊ നമുക്കറിയാം നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ആധുനിക സൗകര്യങ്ങളെല്ലാം തന്നെ വന്നു. അത് നമ്മുടെ എന്താ പറയാ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും എന്തിനു പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ നയങ്ങളിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ. പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. പല പോളിസികൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്.
പിന്നെ മാത്രമല്ല ആൻഡ് ഹാവ് പ്രൊവൈഡഡ് ദ ക്ലിനിഷ്യൻസ് വിത്ത് ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ്സ് ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ഇൻ ദിസ്. അതായത് ഈ പറയുന്ന രോഗനിർണയത്തിനായാലും അതുപോലെ തന്നെ ചികിത്സയ്ക്കായിട്ടും അല്ലെ ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് പുതിയതായിട്ട് കണ്ടുപിടിച്ച സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ക്ലിനീഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, പിന്നെന്താണ്? ഡിമാൻഡ് ഫ്രം ദ ക്ലിനീഷ്യൻസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ടു പ്രൊവൈഡ് ന്യൂലി ഡിസ്കവേർഡ് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ ഹെൽത്ത് സർവീസ് സിസ്റ്റം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മുടെ ആശുപത്രിയിലും അതുപോലെ തന്നെ ഹെൽത്ത് ഈ പറയുന്ന ആരോഗ്യ സേവന സംവിധാനങ്ങളിലും എന്താണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനായിട്ട് ആരും നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്? ഈ പറയുന്ന ഡോക്ടേഴ്സ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ അതിനെ ആവശ്യപ്പെടുന്നുണ്ട്. ശരിയല്ലേ? പണ്ടത്തെ കാലഘട്ടം പോലില്ല. അപ്പൊ നമ്മളായാലും നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ, മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടും സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടും എന്താണ് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഒരേ ലൊക്കാലിറ്റിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മളായാലും പോകാൻ ആഗ്രഹിക്കുന്ന എങ്ങോട്ടായിരിക്കും? കുറെ കൂടെ സൗകര്യങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാനല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയല്ലേ ആഗ്രഹിക്കുക. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് രോഗം കണ്ടെത്തണം, രോഗം കണ്ടെത്തി പെട്ടെന്ന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം. അപ്പൊ ആ രീതിയിൽ നൂതന സാങ്കേതിക വിദ്യകള് വേണമെന്ന് ആരും ആവശ്യപ്പെടുന്നുണ്ട്. ഈ പറയുന്ന കമ്മ്യൂണിറ്റി ആയി കഴിഞ്ഞാലും അവിടുത്തെ ഡോക്ടേഴ്സ് ആയാലും അവരും ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചാലഞ്ചാണ്. ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു ചാലഞ്ച് തന്നെയാണ് അല്ലെ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളി തന്നെയാണ് അല്ലെ. അപ്പൊ നോക്കാം, ഇറ്റ് ഹാസ് ബീൻ നോട്ടഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ് ഡെക്കേഡ് സ്റ്റഡീസ് ഇൻ മെഡിക്കൽ കോസ്റ്റ് ഈസ് ഇംപ്യൂട്ടബിൾ ടു ഹൈ ടെക്നോളജി ഇൻ മെഡിസിൻ, എസ്പെഷ്യലി ഡയഗ്നോസ്റ്റിക് ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന രോഗനിർണയത്തിനും അതുപോലെ തന്നെ ശസ്ത്രക്രിയാ നടപടികൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ഈ പറയുന്ന മെഡിക്കൽ ചെലവുകളെ വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ചെലവ് കൂടി. കാര്യം പുതിയ പുതിയ സൗകര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഒരുക്കുമ്പോൾ അതിനനുസരിച്ച് എന്ത് വരുന്നുണ്ട്? കോസ്റ്റും വർദ്ധിക്കുന്നുണ്ട് അല്ലെ, ചെലവും അതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചാലഞ്ചാണ് ശരിക്കും. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് അതൊരു വലിയ ചാലഞ്ചാണ് അല്ലെ. പിന്നെന്താണ്? ഇൻ സ്പൈറ്റ് ഓഫ് ദ ഹൈ കോസ്റ്റ് ദ കമേഴ്സ്യൽ ഫേംസ്, അതെന്നെ സുഷ കറക്റ്റ് ആണ്, കോസ്റ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. In spite of the high cost, the commercial firms and corporate bodies are launching the state of the hospital with the newest medical technology with the economic returns and are increasing. പക്ഷെ ഇന്നിപ്പോ എന്താണ്? ചെലവുകളൊക്കെ ഉണ്ട് അല്ലെ, ചെലവുകൾ കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാ പോലെ ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, പ്രൈവറ്റ് കമ്പനി മീൻസ് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ഇത്തരം എന്താണ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നതിനായിട്ട് അവർക്കിടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പണം മുടക്കുന്നുണ്ട്. ഓക്കെ, this proves the growing level of healthcare awareness among the people and the utilization of such services by the people from the private sector too. അപ്പൊ അത് എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ജനങ്ങൾക്കിടയിൽ ആ ഒരു ആരോഗ്യ അവബോധം വർദ്ധിച്ചു അല്ലെ. ആരോഗ്യ അവബോധം, അതിനെ പറ്റിയുള്ള ഉപയോഗത്തെ പറ്റിയൊക്കെ ആളുകൾക്ക് നല്ല അറിവായി കഴിഞ്ഞു അല്ല. അവർക്ക് നല്ല ഒരു എന്താ പറയാ അവബോധം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനായിട്ട് എന്താ പറയാ നിർബന്ധിതരാകുന്നത്. ഇപ്പൊ നമുക്ക് ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾക്കിപ്പോ ഒരു എന്താ പറയാ കുറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് നമ്മൾ അവെയർ അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല. ചിന്തിക്കുമോ നമ്മൾ അതിനെപ്പറ്റി? ആ വശത്തെ പറ്റി നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ ഇന്നത്തെ ആൾക്കാർ അങ്ങനെയല്ല. ഈ പറയുന്ന ഹെൽത്ത് കെയർ അവയർനെസ് ഒക്കെ ധാരാളമായിട്ട് ആളുകൾക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് തന്നെ അറിയാം ഇന്ന ടെക്നോളജി ഉണ്ട്, അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടെക്നോളജിക്കായിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. സ്വമേധയെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അവരാവശ്യപ്പെടുമ്പോൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അത് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവരും നിർബന്ധിതരാവുകയാണ്. അവരെ സംബന്ധിച്ച് എന്താണ് അതൊരു വലിയ ചാലഞ്ച് തന്നെയാണ്. പ്രത്യേകിച്ച് 1-2 ഹോസ്പിറ്റൽ അല്ല, അടിക്കടി ഹോസ്പിറ്റലുകളുള്ള ഈ ഒരു നാട്ടില് അത് നിലനിന്ന് പോകണമെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ കോമ്പറ്റീഷൻ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു ചാലഞ്ച് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. നോക്കുക, it shows that there is increasingly more supremacy by the consumer rather than providers or procedures in medical practice. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ മറ്റ് നടപടിക്രമങ്ങളെക്കാളും ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത് ആർക്ക് തന്നെയാണ്? കൺസ്യൂമേഴ്സിനാണ് അല്ലെ. പേഷ്യൻസിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാണ്ട് അവർക്ക് പ്രാധാന്യമുണ്ട് എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ.
അവരുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതും ഉപയോഗപ്പെടുത്തുന്നതും കേട്ടോ. അപ്പൊ നോക്കി, ഹോസ്പിറ്റൽ ഇൻക്ലൂഡിംഗ് ടു പ്രൊവൈഡ് മോർ ആൻഡ് മോർ ലെക്ചർ സർവീസസ് in one discipline or other, rather than a holistic institution of health care with a multidisciplinary medical team like the IPNT, general surgery, etc., resulting to be a profit-oriented business establishment. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളിപ്പോ ഇൻട്രൊഡക്ഷൻ തന്നെ പഠിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താണ്, അതൊരു ലാഭം മാത്രം അടിസ്ഥാനമാക്കി ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലെ. അതൊക്കെ ശരിക്കും പറഞ്ഞാല് എന്താണ്, എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം? ഇതിൽ വേറെ ഒന്നും ചോദിക്കാനില്ല കേട്ടോ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. അതായത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലൊക്കെ അത്തരം സാങ്കേതിക വിദ്യകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ നിർബന്ധിതമാകുന്നുണ്ട്. അത് അവർക്ക് നേരിടേണ്ടി വരുന്ന വലിയൊരു വെല്ലുവിളിയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇന്നെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഒരു ഹോളിസ്റ്റിക് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്, ലാഭം മാത്രം അടിസ്ഥാനമാക്കിയ ഒരു ബിസിനസ് ആയിട്ടാണ് അതിനെ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഫാക്ടേഴ്സുകൾ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചാലഞ്ചസ് അത് നമ്മൾ 3 കാറ്റഗറി ആയിട്ട് പഠിക്കുന്നുണ്ട്. പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ് എന്തൊക്കെയാണ്, പേഷ്യന്റിന് കൊടുക്കുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്. ഇന്റേണൽ ചാലഞ്ചസ് അതായത് വിത്തിൻ ദ ഓർഗനൈസേഷൻ, ആ ഹോസ്പിറ്റലിനകത്ത് തന്നെ നേരിടേണ്ടി വരുന്ന ചില വെല്ലുവിളികൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ചാലഞ്ചസ്. അങ്ങനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഈ ചാലഞ്ചസിന് നോക്കി കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചാലഞ്ചസ്. ഈ വെല്ലുവിളികളെ എന്താ പറയാ പരിഹരിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ അല്ലെ, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. അതോടുകൂടി ചാപ്റ്റർ നമ്മള് അവസാനിക്കും കേട്ടോ. നമുക്ക് ബുധനാഴ്ചയോടുകൂടി ചാപ്റ്റർ അവസാനിച്ചിട്ട് നമുക്ക് പയ്യെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ, ഇവിടെ വരുന്ന 15-ാം തീയതി HA5 കോൺവൊക്കേഷൻ സെറിമണിയാണ് കേട്ടോ. അറിഞ്ഞിരുന്നോ നിങ്ങള്? അറിഞ്ഞു അല്ലെ? ഓക്കെ, അപ്പൊ ഞാനും അതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വേറെ ഒന്നല്ല, നിങ്ങളെ കാണാനായിട്ട് ഒരു അവസരം കിട്ടുമോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കോൺവൊക്കേഷൻ സെറിമണി ഉണ്ടാവുന്നതാണ് അറിഞ്ഞത്. അപ്പൊ നിങ്ങളുടെ എക്സാം ഒക്കെ കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്കും വരും സെറിമണി കേട്ടോ. ആ സമയത്ത് എനിക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങളെ കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, അതിനൊരു ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. 5 ആയിട്ടുള്ളൂ, 6 7 കഴിഞ്ഞിട്ട് വേണം 8 എത്താൻ. എന്നാലും പെട്ടെന്നാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അന്ന് കാണാൻ പറ്റട്ടെ. എന്താണ്, എന്ത് പറ്റി സാദര് ദുബായിൽ ഇപ്പൊ വരാൻ ഉദ്ദേശിക്കുന്നില്ല അതല്ലേ ഉദ്ദേശിച്ചേ? ഓക്കെ ഓക്കെ ഓക്കെ, സാദര് എന്തായാലും ഇപ്പൊ ദുബായിൽ സെറ്റ് ആയി അല്ലെ ഹസ്ബൻഡിന്റെ ഒപ്പം. ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ശരി കേട്ടോ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെന്ത് പറ്റി? ഓക്കെ ഓക്കെ, ശരി കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്റെ വീട് നെടുമ്പാശ്ശേരി കേട്ടോ. നെടുമ്പാശ്ശേരിയാണ് എന്റെ വീട്. നെടുമ്പാശ്ശേരി അടുത്തേക്ക് അത്താണി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ അത്തോട്ട് പോകണം. അവിടെയാണ് താമസിക്കുന്നത്. ഓക്കെ സാദര. അതെ അതെ, എയർപോർട്ടിന്റെ അതെ. നെടുമ്പാശ്ശേരിയുടെ അപ്പുറത്തെ സൈഡ് അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആലുവ മാള റൂട്ട് ഉണ്ട്. ആലുവ മാള റൂട്ട് അവിടെ ഒരു 3.5 കിലോമീറ്റർ അത്തോട്ട് പോകണം. ഈ ചെറിയൊരു ഗ്രാമം, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ശരിക്കും സ്വദേശം തൃശ്ശൂരാണ്. ശരി കേട്ടോ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.